Good evening, children. Good evening. Arati, Adira, Arjun Krishna, Bijusha, Sri Shakti, Jishna, Abhinav, Shada, Gauri Shivakumar, Aaron, Anugraha, Arju, Irene Thomas, Sanusha, Swati Krishna, Ginny. Very good evening, and a warm welcome to another session. Yes. മക്കളെ ഓഡിയോ വീഡിയോ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇഫ് ഇറ്റ്സ് ഓക്കെ വി ക്യാൻ സ്റ്റാർട്ട്. വർഷ, വിസ്മയ, അനില, എല്ലാം ക്ലിയർ ആണല്ലേ? ഓക്കെ, ഫൈൻ. യെസ്. കാശിനാഥ്, നന്ദഗോപാൽ, അഞ്ജലി, ഗുഡ് ഈവനിങ്. യെസ്, നമ്മൾ ഇന്നലെ എൻതാൽപ്പി ടേംസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ എൻതാൽപ്പി ടേംസ് പറഞ്ഞു. യെസ്, സോ ഇന്നലത്തെ മെയിൻ ഡിസ്കഷൻ എൻതാൽപ്പി എന്ന ഒരു ടേം, അതിൻ്റെ ചില ഫോർമുലകൾ. ഫോർ എക്സാമ്പിൾ, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി എന്ന ഫോർമുല, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന ഫോർമുല, അതിൻ്റെ അപ്ലിക്കേഷൻസ്. അത് കഴിഞ്ഞ് എൻതാൽപ്പി ടേംസ് ഡിസ്കസ് ചെയ്തു. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്ന് പറഞ്ഞു, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്താണെന്ന് പറഞ്ഞു, എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഇത് ഡിസ്കസ് ചെയ്തു അല്ലേ? അവിടെയാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ. പ്ലീസ് ടെൽ മീ. നിഖിൽ രാജൻ, ഗുഡ് ഈവനിങ്. യെസ്. അപ്പോൾ കൂടുതൽ എൻതാൽപ്പി ടേംസ് നമുക്ക് ചർച്ച ചെയ്യണം. അഭിഷേക്, ഗുഡ് ഈവനിങ്. ആദർശ്, ഗുഡ് ഈവനിങ്. യെസ്. ഇനി ഏതാണ് എൻതാൽപ്പി ടേംസ്? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ കഴിഞ്ഞു. എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പറഞ്ഞല്ലോ അല്ലേ? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പറഞ്ഞില്ലേ? ഇതിവിടെ കാണുന്നില്ല. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പറഞ്ഞു. സ്വാലിഹ, ഗുഡ് ഈവനിങ്. ആൻഡ് ഐ തിങ്ക് ഐ ഓൾസോ ടോൾഡ് യു എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഫോർ എ പെർട്ടിക്കുലർ മാറ്റർ. സേ ഐസ് എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ പറഞ്ഞു എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഓഫ് ഐസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ പ്ലസ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്നൊക്കെ പറയുണ്ടായി. ശരിയല്ലേ? റൈറ്റ്. ഇനി ഏത് എൻതാൽപ്പി ടേം ആണ്? കുറേ എൻതാൽപ്പി ടേംസ് ഓൾറെഡി നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നലെ പറഞ്ഞതല്ലാതെ ഓൾറെഡി കുറേ എൻതാൽപ്പി ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്യണേ. ഫോർ എക്സാമ്പിൾ, ലാറ്റിസ് എൻതാൽപ്പി മുൻപ് പഠിച്ചു. അയോണൈസേഷൻ എൻതാൽപ്പി മുൻപ് പഠിച്ചു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മുൻപ് നമ്മൾ പഠിച്ചിട്ടുള്ള എൻതാൽപ്പി ടേംസ് ഒന്ന് ഓർത്തെടുക്കും മക്കളെ. ഡെൽറ്റ എച്ച് അയോണൈസേഷൻ, ദാറ്റ് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി. ഇത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഏതാണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മുൻപ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ലാറ്റിസ് എൻതാൽപ്പി, മുൻപ് പഠിച്ചതാണ്. അതുപോലെ ഹൈഡ്രേഷൻ എൻതാൽപ്പി മുൻപ് പഠിച്ചു. ഹൈഡ്രേഷൻ എൻതാൽപ്പി. പിന്നെ ബോണ്ട് എൻതാൽപ്പി മുൻപ് പഠിച്ചു. ബോണ്ട് എൻതാൽപ്പി. പിന്നെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ, അതും മുൻപ് പഠിച്ചിട്ടുണ്ട്. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ഇപ്പൊ കുറെ എൻതാൽപ്പി ടേംസ് തെർമോഡൈനമിക്സിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും എൻതാൽപ്പി ആർക്കെങ്കിലും ഒരിക്കൽ കൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ മുൻപ് പഠിച്ച് നോട്ട് എഴുതി വെച്ചിട്ടുള്ള ടേംസ് ആണ്. എവിടെ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ്, അതുപോലെ കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്റർ 3-ലും ചാപ്റ്റർ 4-ലും ആണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ?
അവിടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള എൻതാൽപ്പി ടേംസ് ആണ്. ഈ പറഞ്ഞ എൻതാൽപ്പി ടേംസിൽ ഏതെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഹൈഡ്രേഷൻ എൻതാൽപ്പി ഒന്നുകൂടെ പറയാമോ? തീർച്ചയായിട്ടും. ഹൈഡ്രേഷൻ എൻതാൽപ്പി ഒന്നുകൂടെ പറയാമോ? തീർച്ചയായിട്ടും. നോക്കൂ മക്കളെ, കോപ്പർ സൾഫേറ്റ്. ദിസ് ഈസ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ്. Anhydrous copper sulfate. Imagine it is interacting with the water. This colorless ആണ് കേട്ടോ. Colorless anhydrous copper sulfate when treated with the water, you get it is turning blue colored. Copper sulfate pentahydrate. This is hydrated copper sulfate. Hydrated copper sulfate, which is blue in color. ഇതിന്റെ പേര് ചിലർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. ബ്ലൂ വിട്രിയോൾ എന്ന് പറയും. ബ്ലൂ വിട്രിയോൾ എന്ന് പറയും. ബ്ലൂ വിട്രിയോൾ. ഇത്തരം ഒരു പ്രോസസ്സിൽ വരുന്ന എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ മീൻസ് എൻതാൽപ്പി ചേഞ്ച് when 1 mole of a substance getting hydrated means interacting with the water. അതേപോലെ NaCl പോലൊരു മാറ്റർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിനും ഹൈഡ്രേഷൻ എന്ന് പറയും. അതിനും ഹൈഡ്രേഷൻ എന്ന് പറയും. rather related term ആണ് സൊല്യൂഷൻ എന്നും പറയാം. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് solid converted to copper sulfate aqueous when treated with water. ഇതിനെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയും. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. 1 mole of a matter completely dissolving in water. അതാണ് in a solvent. That is enthalpy of solution. 1 mole of a matter getting hydrated means interacting with the water. That is enthalpy of hydration. ഇപ്പോൾ NaCl വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു. NaCl വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഹൈഡ്രേഷൻ എന്നാ പറയുക. അപ്പൊ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഡിസൊല്യൂഷൻ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്നൊക്കെ പറയാം. യെസ്. Enthalpy of atomization. Enthalpy of atomization. Enthalpy of atomization എന്ന് വെച്ചാൽ enthalpy change when 1 mole of a substance converted to isolated gaseous atoms. When 1 mole of a substance converted to individual isolated gaseous atoms. 1 mole of a matter converted to individual isolated gaseous atoms. അതിന് പറയുന്ന പേരാണ് enthalpy of atomization. For example, 1 mole methane converted to carbon gaseous state and 4 hydrogen gaseous state. This is enthalpy of atomization. അല്ലെങ്കിൽ 1 mole iron in the solid state converted to 1 mole iron in the gaseous state. This is enthalpy of atomization. ഇവിടെ ഇത് ടോട്ടൽ ബോണ്ട് എൻതാൽപ്പിയും കൂടിയാണ്. ദിസ് ഈസ് ബോണ്ട് എൻതാൽപ്പി ഓൾസോ. പ്ലീസ് റെഫർ കെമിക്കൽ ബോണ്ടിങ്, ബോണ്ട് എൻതാൽപ്പി, ആ ഭാഗം റെഫർ ചെയ്യാം. അതേ സമയത്ത് ഇത് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ കൂടെയാണ്. എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. അപ്പോൾ 1 മോൾ അയൺ സോളിഡ് ഫോമിൽ നിന്ന് ഗേഷ്യസ് ഫോമിലേക്ക് മാറുന്നു. ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. And it can be also called as enthalpy of sublimation. കാരണം സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രക്രിയ സബ്ലിമേഷൻ അങ്ങനെയാണല്ലോ. അപ്പോൾ
ഇവിടെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്നും പറയാം. ഇവിടെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ നമുക്ക് ബോണ്ട് എൻതാൽപ്പി എന്നും പറയാം. ഇത് നമ്മൾ മുൻ ചാപ്റ്ററുകളിൽ പഠിച്ചതാണ്, ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം കരുതിയാൽ മതി. അത് ക്ലിയർ ആണോ? സ്മൃതിലയ, ഗുഡ് ഈവനിങ്. ഇത് ക്ലിയർ ആണോ? വേറെ ഏതെങ്കിലും സംശയമുണ്ടോ? ഇത് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്, ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് കരുതിയാൽ മതി. യെസ്, ഓക്കെ. ഇനി ഏതാ ഒരു എൻതാൽപ്പി ടേമും കൂടെ പഠിക്കാം കേട്ടോ. ഒരു എൻതാൽപ്പി ടേമും കൂടെ പഠിക്കാം. ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. Enthalpy of neutralization, delta H neutralization. That is enthalpy of neutralization. It is the enthalpy change when one equivalent of an acid is completely neutralized by a base. One equivalent of an acid is completely neutralized by base. Example പറയുവാണെങ്കിൽ 1 mole HCl neutralized by NaOH giving NaCl and water. ഇതൊരു 1-1 equivalent റിയാക്ഷൻ ആണ്. ഇവിടെ റിലീസ് ചെയ്യുന്ന എനർജി, ദാറ്റ് ഈസ് കോൾഡ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. കിലോജൂൾ പെർ ഇക്വിവലന്റ്. കിലോജൂൾ പെർ ഇക്വിവലന്റ്. ആ ഇക്വിവലന്റ് എന്ന് പറയുന്നത് വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 1 mole HCl is 1 equivalent HCl. 1 mole NaOH is 1 equivalent NaOH. അതേസമയം 1 mole സൾഫ്യൂരിക് ആസിഡ് ആണ് എങ്കിൽ ഇതൊരു ഡൈബേസിക് ആസിഡ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 2 equivalent. അപ്പൊ ഈ ഇക്വിവലന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര എച്ച് കിട്ടുന്നു അല്ലെങ്കിൽ എത്ര OH കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. HCl ആണെങ്കിൽ ഒരു എച്ച്, NaOH ആണെങ്കിൽ ഒരു OH, അതാണ് ഒരു ഇക്വിവലന്റ് എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ഡൈപ്രോട്ടിക് ആസിഡ് ആണ്, അപ്പോൾ 2 H+, അപ്പോൾ 2 ഇക്വിവലന്റ് ആയി. സോ 1 mole സൾഫ്യൂരിക് ആസിഡ് ഈസ് 2 equivalent. അങ്ങനെ ഒരു ഇക്വിവലന്റ് ആസിഡിന് എത്ര വാല്യൂ? ഇതെല്ലാം ഇപ്പോഴും എക്സോതെർമിക് ആയിരിക്കും കേട്ടോ. ഇറ്റ് ഈസ് ഓൾവേസ് എക്സോതെർമിക്. ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ ഈസ് എക്സോതെർമിക്. എന്താ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്ക്. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ വൺ ഇക്വിവലന്റ് ഓഫ് an acid is completely neutralized by a base. 1 equivalent ബേസ് എന്ന് കൂടെ പറയേണ്ടതാണ്, പക്ഷെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഒരു ഇക്വിവലന്റ് ആസിഡിന് ഒരു ഇക്വിവലന്റ് ബേസ് വേണം, അണ്ടർസ്റ്റുഡ് ആണ്. ഇപ്പൊ ഡെഫിനിഷൻ പൂർണ്ണമായിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം. എൻതാൽപ്പി ചേഞ്ച് വെൻ 1 equivalent of an acid is completely neutralized by 1 equivalent of a base എന്ന് പറയാം. പറയേണ്ട കാര്യമില്ല, കാരണം ഒരു ഇക്വിവലന്റ് ആസിഡിന് ഒരു ഇക്വിവലന്റ് ബേസ് വേണം, അത് മസ്റ്റാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്താ? ഒരു സ്ട്രോങ് ആസിഡ് ന്യൂട്രലൈസ്ഡ് ബൈ എ സ്ട്രോങ് ബേസ്
a strong acid neutralized by a strong base giving salt and water. ഇതിന്റെ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എല്ലായ്പ്പോഴും ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. ഇറ്റ് ഈസ് -57.3 കിലോ ജൂൾ പെർ ഇക്വിവലന്റ് അല്ലെങ്കിൽ -13.7 കിലോ കാലറി പെർ ഇക്വിവലന്റ്. ഈ വാല്യൂ ഇൻവേരിയബിളി ഓൾമോസ്റ്റ് നിയർലി സെയിം ആയിട്ട് വരും. You can take any strong acid or strong base. അത് ഇന്ന ആസിഡ് എന്നില്ല കേട്ടോ, ഇന്ന ആസിഡ് എന്നില്ല. You take any strong acid or strong base. You can see the enthalpy of neutralization is invariably coming a nearby same figure. It is -57.3 kilojoule per equivalent or -13.6 kilocalorie per equivalent. അതാരായാലും ശരി ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഇതൊരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണ്. ഇത് ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസും ആണ്. HCl ഒരു സ്ട്രോങ് ആസിഡ് ആണ്, NaOH സ്ട്രോങ് ബേസ് ആണ്. ഇവിടെ റിലീസ് ചെയ്യുന്ന വാല്യൂ -57.3 കിലോ ജൂൾ ആയിരിക്കും അല്ലെങ്കിൽ -13.7 കിലോ കാലറി പെർ ഇക്വിവലന്റ്. രണ്ടും ഒരേ വാല്യൂ തന്നെയാണ്, യൂണിറ്റ് മാറിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിന് പകരം നമ്മൾ എടുക്കുന്ന വേറൊരു ആസിഡ് ആണെന്ന് വിചാരിക്കണം. നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ആസിഡ് ആണ്. KOH ഒരു സ്ട്രോങ് ബേസ് ആണ്. യു ആർ ഗെറ്റിംഗ് KNO3 പ്ലസ് H2O. ഇവിടെയും വാല്യൂ ഏകദേശം അതേ വാല്യൂ തന്നെ ആയിരിക്കും, നിയർലി അതേ വാല്യൂ ആയിരിക്കും ഇവിടെയും വരിക. For every strong acid, strong base, enthalpy of neutralization comes invariably a fixed value. കാരണം യഥാർത്ഥത്തിൽ ഈ രണ്ട് റിയാക്ഷൻ സെയിം ആണ്. അതാണ് കാരണം. HCl ന്യൂട്രലൈസ്ഡ് ബൈ NaOH ഉം HNO3 ന്യൂട്രലൈസ്ഡ് ബൈ KOH ഉം ടെക്നിക്കലി നോക്കിയാൽ ഒരേ റിയാക്ഷൻ ആണ്. വിശ്വാസം വരുന്നില്ലെങ്കിൽ നമുക്ക് പരിശോധിക്കാം. വിശ്വാസം വരുമോ? HCl NaOH ന്യൂട്രലൈസേഷനും HNO3 KOH ന്യൂട്രലൈസേഷനും സെയിം ആണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ബുദ്ധിമുട്ടാണല്ലേ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണത് സെയിം ആകുന്നത്. പരിശോധിക്കാം. നോക്കു മക്കളെ, H+Cl- Na+OH- Na+Cl-. ഇത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ല, അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. ഇതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്, പ്ലസ് ആൻഡ് മൈനസ് ആയിട്ട് എഴുതാം. നൗ ക്യാൻസൽ ദ കോമൺ ടേംസ്. കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാം. Cl- കട്ട് ചെയ്തു, Na+ഉം Na+ഉം കട്ട് ചെയ്തു. യു ആർ ഗെറ്റിംഗ് H++OH- ഗിവിംഗ് H2O. ഇതാണ് ഈ റിയാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. കമ്മിങ് ടു ദിസ് സൈഡ്, യു ഹാവ് H+ and NO3-, K+ and OH-, K+ and NO3-. ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. നൗ ക്യാൻസൽ ദ കോമൺ ടേംസ്. ഇതും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു. ആൻഡ് ദ നെറ്റ് റിസൾട്ട് ഈസ് H++OH- ഗിവിംഗ് H2O. യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് രണ്ടും അൾട്ടിമേറ്റ്ലി ഒരേ റിയാക്ഷനാണ്. അതുകൊണ്ടാണ് അറീനിയസ്, മഹാനായ ഒരു ശാസ്ത്രജ്ഞനാണ്, അറീനിയസ് പറഞ്ഞത് ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ ഈസ് നത്തിങ് ബട്ട് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് അദ്ദേഹം പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് മാത്രമേ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പാടുള്ളൂ, സോൾട്ട് എഴുതാം. അതേസമയം ഒരു വീക്ക് ആസിഡ് വരികയാണെന്ന് വിചാരിക്കുക, ഒരു വീക്ക് ബേസ് വരികയാണെന്ന് വിചാരിക്കുക, ഈ വാല്യൂ കുറയും കേട്ടോ. ഈ വാല്യൂവിൽ നിന്ന് കുറയും. ഒരു വീക്ക് ആസിഡോ വീക്ക് ബേസോ വരുവാണെങ്കിൽ ഈ വാല്യൂവിൽ നിന്ന് കുറയും. സോ സപ്പോസ് യു ആർ ഡീലിംഗ് വിത്ത് എ വീക്ക് ആസിഡ്
plus a strong base അല്ലെങ്കിൽ strong acid plus a weak base. You can see the value will be less than, it will be less than minus 57.3. I am talking about magnitude. കിട്ടോ? സൈൻ നോക്കണ്ട. അതേ സമയത്ത് ഒരു വീക്ക് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിൽ again it will be lesser. It will be more less value than 57.3. അപ്പോൾ ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണ് എങ്കിൽ ഏത് ആസിഡ് ആയിക്കോട്ടെ ഏത് ബേസ് ആയിക്കോട്ടെ അതിന്റെ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഒരു ഏകദേശം ഒരേ വാല്യൂ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വാല്യൂ വേറൊന്നുമല്ല, മൈനസ് 57.3 ആ റേഞ്ചിലായിരിക്കും കിലോ ജൂൾ പെർ ഇക്വലന്റ് അല്ലെങ്കിൽ മൈനസ് 13.7 കിലോ കാലറി പെർ ഇക്വലന്റ് എന്ന വാല്യൂവിലാണ് ലാൻഡ് ചെയ്യുക. അതേസമയം ആരെങ്കിലും ഒരാൾ വീക്ക് ആണെന്ന് വിചാരിക്കുക, വീക്ക് ആസിഡോ അല്ലെങ്കിൽ വീക്ക് ബേസോ ആണെന്ന് വിചാരിക്കുക, വാല്യൂ കുറയും. രണ്ടുപേരും വീക്ക് ആണെന്ന് വിചാരിക്കുക, വാല്യൂ വീണ്ടും കുറയും. ബിക്കോസ് എ വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസ് ഡസ് നോട്ട് അണ്ടർഗോ കംപ്ലീറ്റ് അയോണൈസേഷൻ. അവർ കംപ്ലീറ്റ് അയോണൈസ് ചെയ്ത് കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് വാല്യൂ കുറയുന്നത്. കിട്ടോ? ഈസ് ദാറ്റ് ക്ലിയർ? ഈസ് ദാറ്റ് ക്ലിയർ? യെസ്. അതേ സമയത്ത് സപ്പോസ് യു ആർ ഡീലിംഗ് വിത്ത് ന്യൂട്രലൈസേഷൻ ഓഫ് HF. Suppose you are dealing with the neutralization of HF with NaOH giving NaF plus H2O. ഇതിന്റെ വാല്യൂ വരുന്നത് it is, I don't remember exactly, it is more than 60. 60യുടെ മുകളിലാണ് വരിക. 60 എബോവ് ആണ്, 61 62 സംതിങ് ആണ് അതിന്റെ വാല്യൂ. അതെന്തുകൊണ്ടായിരിക്കും എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. HF reacting with the NaOH, the value obtained is above 57.3. 60യുടെ മുകളിൽ വരും, മൈനസ് 60യുടെ മുകളിലാണ് ആ വാല്യൂ വരിക. എന്തുകൊണ്ടായിരിക്കും എന്ന ഒരു ചോദ്യം നിങ്ങളെ ഏൽപ്പിക്കുന്നു. അതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് വരിക. അല്ല ആർക്കെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ആവാം. ഐ വിൽ വെയിറ്റ് ഫോർ ഫ്യൂ സെക്കൻഡ്സ്. ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആയതുകൊണ്ടാണോ? ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആയതുകൊണ്ട് എന്ന ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇവിടെ പറയാൻ ഇല്ല. അഫ്കോഴ്സ് കറങ്ങിത്തിരിഞ്ഞ് അതൊക്കെ ഒരു പോയിന്റ് ആയിട്ട് വരും. പക്ഷേ ഡയറക്റ്റ് ആൻസറിലേക്ക് ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ പറയാനില്ല. സംഗതി വേറെയാണ്. ആലോചിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി. HF ഒരു ഭീകര ആസിഡ് ആണ് സാർ എന്നൊന്നും പറയണ്ട. കാരണം HF ഒരു വീക്ക് ആസിഡാണ്. ഹലോ, HF സാർ മറ്റുള്ളവരൊക്കെ സ്ട്രോങ് ആസിഡ് അല്ലേ, HF സൂപ്പർ സ്ട്രോങ് ആസിഡ് ആണ് സാർ, അതുകൊണ്ടാണ് സാർ എന്നൊന്നും പറയണ്ട. കാരണം HF സ്ട്രോങ് ആസിഡേ അല്ല. അതാണ് അവിടുത്തെ ബ്യൂട്ടി. ആ ചോദ്യത്തിന്റെ ഭംഗി എന്താണെന്ന് വെച്ചാല് ശരിക്കും HF ഒരു വീക്ക് ആസിഡ് ആണ്. ഇഫ് യു ടേക്ക് ഹാലോജൻ ആസിഡ്, ദിസ് ഈസ് ദ ഓർഡർ ഓഫ് അസിഡിക് ക്യാരക്ടർ. HF, HCl, HBr, HI. HI ആണ് സ്ട്രോങ് ആസിഡ്. ഇയാള് സത്യത്തിൽ ഒരു വീക്ക് ആസിഡ് ആണ് HF. അപ്പൊ ശരിക്കും വാല്യൂ 57ന്റെ താഴെയാണ് പോവേണ്ടത്. പക്ഷെ
there is a abnormal observation giving above 57.3 crossing 60 even. അതെന്തുകൊണ്ട് എന്നാണ് ചോദ്യം. കണ്ടുപിടിച്ച് ഉത്തരവുമായിട്ട് വരിക കേട്ടോ. ആ ചോദ്യത്തിന്റെ ആ ഒരു പ്രത്യേകത കൂടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യെസ്, പറഞ്ഞാ മതി കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ എൻതാൽപ്പി ടേംസ് അവിടെ പൂർണ്ണമാവുകയാണ്. ഏതൊക്കെ എൻതാൽപ്പി ടേംസ് പഠിച്ചു എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, എൻതാൽപ്പി ഓഫ് കുറേ മുൻപ് പഠിച്ച എൻതാൽപ്പി ടേംസ് എല്ലാം നമുക്ക് നിരത്തി വെക്കാവുന്നതാണ്. എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ, എൻതാൽപ്പി ഓഫ് ലാറ്റിസ് എനർജി, ബോണ്ട് എൻതാൽപ്പി, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അങ്ങനെ 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 കുറേ ടേംസ് എല്ലാം ഭംഗിയായിട്ട് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് ചോദ്യങ്ങളുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ഈ ഡെഫിനിഷന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് കൃത്യമായി അപ്ലൈ ചെയ്യണമെങ്കിൽ ആ റിയാക്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ, ഓർമ്മയില്ലേ ഇന്നലെ ഗ്ലൂക്കോസിന്റെ ഒക്കെ എഴുതിയപ്പോൾ തെറ്റിച്ചത് ഓർമ്മയില്ലേ? അതുപോലുള്ള തെറ്റുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ തെറ്റ് വരുത്താതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഓരോന്നും ഡെഫിനിഷൻ എന്താണ് എന്നും അപ്ലിക്കേഷൻ എക്സാമ്പിൾസ് എങ്ങനെ വരും എന്നും അറിഞ്ഞിരിക്കണം. അർജുൻ കൃഷ്ണ comes with an answer. അർജുൻ കൃഷ്ണ comes with an answer. എല്ലാവരും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അർജുൻ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ. അതൊരു ഹോംവർക്ക് എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉത്തരം എന്താണ് എന്ന് സെൽഫായിട്ട് കണ്ടുപിടിക്കുക. ഇനി അതിൽ എന്തെങ്കിലും ചർച്ച ആവശ്യമുണ്ടെങ്കിൽ മാത്രം അടുത്ത ക്ലാസ്സിൽ എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. that's good. അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ട്. എന്തുകൊണ്ട് എന്നും കൂടെ ചിന്തിക്കണം കേട്ടോ. എന്തുകൊണ്ട് എന്ന് കൂടെ ചിന്തിക്കണം. എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ട്. ചോദ്യങ്ങൾ കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. ചോദ്യങ്ങൾ കിട്ടാൻ പാടാ. ചോദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഉത്തരങ്ങളൊക്കെ ഉണ്ട് ധാരാളം, ഇഷ്ടം പോലെ. ഇനി ആ ഉത്തരങ്ങളുടെ ജസ്റ്റിഫിക്കേഷനും കൂടെ നമ്മൾ പഠിക്കണം. എന്തുകൊണ്ട്, അതെന്തുകൊണ്ട് അങ്ങനെ ആയില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ് നമ്മുടെ കോംപ്രഹെൻഷൻ എബിലിറ്റി വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുക. രണ്ട് തരത്തിലുള്ള കുട്ടികൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവും. രണ്ട് തലത്തിലുള്ള കുട്ടികൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ആർക്കാ ചോദ്യങ്ങൾ ഇല്ലാത്തത്? ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷവും ചോദ്യങ്ങൾ ഇല്ലാതിരിക്കുന്ന കുട്ടികൾ ആരൊക്കെയാ? ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. അതുകൊണ്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം, ചോദ്യങ്ങൾ ഉണ്ടാവണം. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. ചോദ്യങ്ങളാണ് നമ്മുടെ ചവിട്ടുപടികൾ. നമ്മൾ വളരുന്നതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ചോദ്യങ്ങളാണ്. എക്സാക്ട്ലി അർജു. ഒരു ക്ലാസ് പഠിക്കാത്തവർ എന്ന് പറയില്ല ഞാൻ, അങ്ങനെ പറയില്ല. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് സംശയങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന രണ്ട് കാറ്റഗറിയാണ്. ഒന്ന്, ആ ക്ലാസ് പറഞ്ഞതെല്ലാം മനസ്സിലായി, ഒരു സംശയവും ഇല്ല, അങ്ങനെ ഒരു കാറ്റഗറി. ആ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു കുന്തവും മനസ്സിലായില്ല, അങ്ങനെ ഒരു കാറ്റഗറി. ഇവർക്ക് സംശയം ഉണ്ടാവില്ല. സംശയം ഉണ്ടാവുന്നത് ആർക്കാണ്? ക്ലാസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. ഇൻഫാക്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് എക്സ്ട്രീമിലുള്ള ആൾക്കാർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ചിന്തിക്കുന്ന കുട്ടികൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നവര് ചിന്തിക്കുന്നവരായിരിക്കും. യെസ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഇറ്റ് ഈസ് കോൾഡ് Hess's law. Hess's law of constant heat
summation. Hess's law of constant heat summation എന്ന് പറയും. Hess's law of constant heat summation. ഡെഫിനിഷൻ ഞാൻ കട്ട് ചെയ്തിടാം, നിങ്ങളത് കോപ്പി ചെയ്തോളൂ കേട്ടോ. ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഇത് കണ്ടോ, ഇതിലൊക്കെ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട് മക്കളെ, ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. അതെല്ലാം ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യണേ. അപ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. വി ക്യാൻ ഡിസ്കസ്. This is what Hess's law. Please copy down. ഇതാണ് Hess's law. Definition for Hess's law. If a reaction takes place in several steps, then its standard reaction enthalpy is the sum of standard enthalpies of the intermediate reactions into which the overall reaction may be divided at the same condition. പറഞ്ഞെഴുതണേ എൻ്റെ മീനിങ് ഉൾക്കൊണ്ടുകൊണ്ട് എഴുതണേ. If a reaction takes place in several steps, then its standard reaction enthalpy is the sum of standard enthalpies of the intermediate reactions into which the overall reaction may be divided at the same condition. സാറേ എന്താ ഉദ്ദേശം? ഉദ്ദേശം സിമ്പിൾ ആണ്, നോക്കടാ. A reactant are converted to product and this is enthalpy of reaction. Okay. And now this reaction happens in multiple steps. ഇത് overall reaction ആണ്. This is overall reaction. ഈ റിയാക്ഷൻ നടക്കുന്നത്, ഈ റിയാക്ഷന്റെ മെക്കാനിസം ഇങ്ങനെയാണ്. സ്റ്റെപ്പ് 1, reactant are converted to a product A where it is delta H1. Second step, the product A converted to another product B, that is delta H2. And step 3, product B is converted to final product delta H3. Then overall enthalpy is equal to delta H1 plus delta H2 plus delta H3. ഇതാണ് ഹെസ്സസ് ലോ. ഇനി ആ ഡെഫിനിഷൻ ഒന്ന് നോക്കിയടാ. If a reaction take place in several steps, then its standard reaction enthalpy is the sum of standard enthalpies of the intermediate reactions into which overall reaction may be divided. ഒരു റിയാക്ഷനെ 3 സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കാം എങ്കിൽ overall enthalpy will be sum of enthalpies of individual steps. ഇതാണ് ഹെസ്സസ് ലോ. ക്ലിയർ ആയോടാ? എഴുതി കഴിഞ്ഞോ? ക്ലിയർ ആയോ? യെസ്, ഗുഡ്. ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ, യു ഗെറ്റ് കാർബൺ ഡയോക്സൈഡ്. Carbon react with oxygen, you get carbon monoxide, and that further react with oxygen, you get carbon dioxide. I hope you understand. This is overall reaction, and this is step 1, and this is step 2.
Are you been able to understand? C plus O2 giving CO, carbon monoxide, and then it is converted to carbon dioxide. Step 1, step 2. This is the overall reaction. So here it is delta H. Imagine here it is delta H1 and here it is delta H2. You can conclude delta H equal to delta H1 plus delta H2. ഇതാണ് ഹെസ്സസ് ലോ. ഇതാണ് ഹെസ്സസ് ലോ. ഹെസ്സസ് ലോ ഉപയോഗിച്ച് നമുക്കൊരു റിയാക്ഷൻ നടത്താതെ തന്നെ അതിന്റെ എൻതാൽപ്പി മാനിപ്പുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ചില റിയാക്ഷൻസ് പ്രാക്ടിക്കലി കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചില റിയാക്ഷൻസ് പ്രാക്ടിക്കലി കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രാക്ടിക്കലി കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള റിയാക്ഷൻസിന്റെ എൻതാൽപ്പി അത് കണ്ടക്ട് ചെയ്യാതെ തന്നെ മാത്തമാറ്റിക്കലി നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പറയാമോ ഈ മൂന്ന് റിയാക്ഷനിൽ, ഇവിടെ 3 റിയാക്ഷൻ ഉണ്ട്. ഞാനിപ്പോ ഈ വരച്ചിരിക്കുന്ന ഇതില് 3 റിയാക്ഷൻ ഉണ്ട്. ഒന്ന് ഓവറോൾ റിയാക്ഷൻ, ഒന്ന് സ്റ്റെപ്പ് 1, ഒന്ന് സ്റ്റെപ്പ് 2. ഇതില് ഒരു റിയാക്ഷൻ പ്രാക്ടിക്കലി കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഏതാണെന്ന് പറയാമോ? ഓവറോൾ റിയാക്ഷൻ ആണോ കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്? സ്റ്റെപ്പ് 1 ആണോ സ്റ്റെപ്പ് 2 ആണോ? ക്യാൻ യു ടെൽ മീ? ആ 3 റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ C plus O2 giving CO2, വേറൊരു റിയാക്ഷൻ C plus O2 giving CO, അടുത്ത റിയാക്ഷൻ CO plus O2 giving CO2. ഇതിൽ ഏത് റിയാക്ഷൻ ആണ് പ്രാക്ടിക്കലി കണ്ടക്ട് ചെയ്യാൻ ഒരു ഡിഫിക്കൽട്ടി ഉള്ളത്? പറയാം. പറ. സ്റ്റെപ്പ് 2. വർഷ പറയുന്നു സ്റ്റെപ്പ് 2. അഭിനവ് പറയുന്നു സ്റ്റെപ്പ് 2. പറ പറ പറ, പോരട്ടെ. യെസ്. അർജു പറയുന്നു സ്റ്റെപ്പ് 2. അനില പറയുന്നു സ്റ്റെപ്പ് 2. സ്മൃതിലയ സ്റ്റെപ്പ് 2. മക്കളെ, സ്റ്റെപ്പ് 2 ഉത്തരം തെറ്റാണ്. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 പ്രായോഗികമായിട്ട് കണ്ടക്ട് ചെയ്യാൻ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ. ഏതൊരു വസ്തുവിനെയും ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ നടത്തുക എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ചിട്ടാണ് ചെയ്യുക. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ വെച്ചിട്ടാണ് റിയാക്ഷൻ ചെയ്യുക. എങ്ങനെ ചെയ്താലും കുറച്ചൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. പ്യുവർ കാർബൺ മോണോക്സൈഡ് ആ കമ്പസ്റ്റനിൽ നടത്തുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അതൊരു കൺട്രോൾഡ് റിയാക്ഷൻ ആണ്, കൺട്രോൾഡ് ബേണിംഗ് ആണ്. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റ് എന്നാ പറയുക. ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ച് ബേണിംഗ് നടത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. ആ നിയന്ത്രണം നമുക്ക് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് പ്രാക്ടിക്കലി കണ്ടക്ട് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതിന്റെ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. വേണ്ട വേണ്ട, ഈ 2 റിയാക്ഷനും നമുക്ക് കണ്ടക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് കണ്ടക്ട് ചെയ്യാൻ കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാം. കുറച്ച് കാർബൺ മോണോക്സൈഡ് ഉണ്ട്, അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റണം, ഇത് ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ C plus O2 ഗിവിംഗ് CO2 ലാബിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുറച്ച് കാർബൺ മോണോക്സൈഡ് എടുത്തു, അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റണം, ഒരു കംപ്ലീറ്റ് കമ്പസ്റ്റനാ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആ 2 വാല്യൂ കണ്ടുപിടിച്ചാൽ മറ്റേ വാല്യൂ കണ്ടുപിടിച്ചുകൂടെ? ഈ വാല്യൂ എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചു,
ഈ വാല്യൂ എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചു. അപ്പോൾ ഈ വാല്യൂ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തുകൂടെ? ചെയ്യാം. ഇതാണ് ഹെസ്സസ് ലോയുടെ പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ. നമുക്ക് പ്രായോഗികമായി നടത്താൻ, എക്സ്പെരിമെന്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടിയുള്ള സാഹചര്യങ്ങളിൽ മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷനിലൂടെ മറ്റ് റിയാക്ഷൻസിന്റെ സഹായത്തോടുകൂടി ഈ റിയാക്ഷന്റെ വാല്യൂ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹെസ്സസ് ലോ. Is it clear, children? Good. 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 അപ്പൊ ഈ പറഞ്ഞൊരു ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്? ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ ഹെസ്സസ് ലോയുടെ ഹെസ്സസ് ലോ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ടെൽ മീ ദി ആൻസർ. ഹെസ്സസ് ലോ, അൾട്ടിമേറ്റ്ലി ഈ ഹെസ്സസ് ലോ എന്താണ്? ഹെസ്സസ് ലോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള വേറൊരു സംഗതിയാണ്. അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ദിസ് ഹെസ്സസ് ലോ? എക്സാക്ട്ലി, വെരി ഗുഡ് ആദിത്യൻ. ഇറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. അപ്പോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അത് തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. അത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഹെസ്സസ് ലോ. Exactly, Varsha, Adityan, good. It is ultimately law of conservation of energy. അത് തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. കേട്ടോ? യെസ്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനമിക്സ് നമ്മൾ ഒന്ന് പറയണം, പിന്നെ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. നമുക്ക് ടെക്സ്റ്റിലില്ല, എന്നാലും ഞാൻ പറയാം, അത് പിന്നീട് ഓർമ്മിപ്പിച്ചാൽ മതി. സീറോത്ത് ലോ ഓഫ് ഇപ്പൊ അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിക്കിൽ നിന്ന് മാറും. അപ്പൊ അതുകൊണ്ട് വേണ്ട, നമുക്ക് ലാസ്റ്റ് ഓർമ്മിപ്പിച്ചാൽ മതി. ഇനി നമുക്ക് സെക്കൻഡ് ലോ പഠിക്കാനുണ്ട്, തേർഡ് ലോയും സീറോത്ത് ലോയും പഠിക്കാനില്ല. എന്നാലും അത് എന്നെ പിന്നീട് ഓർമ്മിപ്പിക്കുക. ചാപ്റ്റർ കഴിയുന്നതിന് മുൻപ് ഒന്ന് ഓർമ്മിപ്പിക്കുക. നമുക്കൊരു നോട്ട് എഴുതിയിടാം. നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ലോ, പിന്നെ ഹെസ്സസ് ലോ, സെക്കൻഡ് ലോ, അത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. സീറോത്ത് ലോയും തേർഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ചാപ്റ്റർ കഴിയുമ്പോഴെങ്കിലും എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. നമുക്കൊരു നോട്ട് എഴുതിയിടാം. ഫിസിക്സിലുണ്ടല്ലേ? ധാരാളം മതി, അറിഞ്ഞിരുന്നാൽ മതി. ഫിസിക്സിലുണ്ട്, ധാരാളം വേണമെങ്കിൽ നമുക്ക് എഴുതിയിടാം. And now we are switching on to an important application of Hess's law. ഹെസ്സസ് ലോയുടെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. ഹെസ്സസ് ലോയുടെ വേറൊരു ആപ്ലിക്കേഷനിലേക്ക് ചർച്ച നീങ്ങുകയാണ്. വളരെ ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനെ വിളിക്കുന്ന പേര് ബോൺ-ഹേബർ സൈക്കിൾ എന്ന് പറയും. ബോൺ-ഹേബർ സൈക്കിൾ. Born-Haber cycle. It's a very important application of Hess's law. Born-Haber cycle. Born-Haber cycle എന്താണ് എന്ന് തിയററ്റിക്കലി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു എക്സാമ്പിൾ എടുത്തു പറയാം. യെസ്, Born-Haber cycle. Example: metallic sodium react with chlorine gas, you get NaCl solid. ഈ റിയാക്ഷൻ, ഫോർ എക്സാമ്പിൾ, മെറ്റാലിക് സോഡിയം സോളിഡ് സ്റ്റേറ്റ് ആണ്. മെറ്റാലിക് സോഡിയം, ഇറ്റ് ഈസ് റിയാക്ടിംഗ് വിത്ത് half Cl2 chlorine gas giving NaCl solid, and this is delta H reaction, and in fact that is enthalpy of formation of NaCl. Enthalpy of formation of
NaCl. Let this be x kilojoule per mole. ഇതിന്റെ വാല്യൂ എക്സ് കിലോ ജൂൾ പെർ മോൾ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ റിയാക്ഷൻ എന്താ? റിയാക്ഷൻ സോളിഡ് സ്റ്റേറ്റിലുള്ള മെറ്റാലിക് സോഡിയം ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ക്ലോറിൻ ഹാഫ് മോൾ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. 1 മോൾ NaCl സോളിഡ് ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷനിൽ there are multiple steps involved. ഈ റിയാക്ഷനെ തെർമോഡൈനമിക്കലി നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ആയിട്ട് മനസ്സിലാക്കാം. എങ്ങനെയാണത് നോക്കൂ. സ്റ്റെപ്പ് 1, ഒരു സ്റ്റെപ്പ്, മെറ്റാലിക് സോളിഡ് ആയിട്ടുള്ള സോഡിയം എന്തായിട്ട് മാറുന്നു? Na ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇവിടെ വരുന്ന എൻതാൽപ്പി എന്താണ് പറയാം? ദിസ് ഈസ് സ്റ്റെപ്പ് 1. ദിസ് ഈസ് സ്റ്റെപ്പ് 1. അവിടുത്തെ എൻതാൽപ്പി എന്താണ് ആലോചിച്ച് പറയുക. അതുപോലെ ദിസ് ഈസ് കൺവേർട്ടഡ് ടു Na പ്ലസ് ഗ്യാസ്. ഇത് അടുത്ത ഒരു സ്റ്റെപ്പാണ്. ഇവിടുത്തെ എൻതാൽപ്പി എന്താണ് ആലോചിച്ച് പറയുക. നമ്പറിട്ട് അയക്കുക കേട്ടോ, നമ്പറിട്ട് അയക്കുക. അതുപോലെ ദിസ് ഈസ് കൺവേർട്ടഡ് ടു Cl ഗ്യാസ്. ഇതൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതാം. ഇവിടുത്തെ എൻതാൽപ്പിയെ എന്ത് പേരിട്ട് വിളിക്കും? സ്റ്റെപ്പ് 3. ഇവിടുത്തെ എൻതാൽപ്പിയെ എന്ത് പേരിട്ട് വിളിക്കും? അതുപോലെ Cl ഗ്യാസ് കൺവേർട്ടഡ് ടു Cl മൈനസ് ഗ്യാസ്, ഇതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഈ ഓരോന്നിന്റെയും എൻതാൽപ്പി ടേംസ് നമ്പറിട്ട് അയക്കുക കേട്ടോ, നമ്പറിട്ട് അയക്കുക. ലെറ്റ് മീ സീ. ആൻഡ് ഫൈനലി Na പ്ലസ് ഗ്യാസ് ആൻഡ് Cl മൈനസ് ഗ്യാസ്, ഇവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്ത് NaCl സോളിഡ് കിട്ടുന്നു. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 5. ഇതിനെ എന്തിട്ട് വിളിക്കും? അപ്പൊ നോക്ക്, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5. പോരട്ടെ. 1 എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, 2 ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, പോരട്ടെ. 3 ബോണ്ട് എൻതാൽപ്പി, പോരട്ടെ. Come on. 4 ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. മക്കളെ, ഓരോരുത്തരും അവരവര് പറഞ്ഞ ഉത്തരങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. I am going to write. This is enthalpy of atomization അല്ലെങ്കിൽ enthalpy of sublimation. രണ്ടും ഓക്കെയാണ്. രണ്ടാമത്തേത്, this is ionization enthalpy. തെറ്റിയവര് ഏത് സ്റ്റെപ്പാണ് എന്റെ തെറ്റിയത് എന്ന് സ്റ്റെപ്പ് നമ്പർ എഴുതി പറയണം കേട്ടോ. തെറ്റിയവര് നിങ്ങളുടെ ഏത് സ്റ്റെപ്പാണ് തെറ്റിയത് എന്ന് പറയണം, തുറന്നു പറയുക. മൂന്നാമത്തേത്, ദിസ് ഈസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓർ ബോണ്ട് എൻതാൽപ്പി. നാലാമത്തേത്, ദിസ് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, നാലാമത്തേത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ആൻഡ് അഞ്ചാമത്തേത്, ദിസ് ഈസ് ലാറ്റിസ് എൻതാൽപ്പി ഫോർമേഷൻ, ലാറ്റിസ് ഫോർമേഷൻ. ഒന്ന് പറഞ്ഞേ. ചിലവരുടെ നമ്പറൊക്കെ മാറിപ്പോയിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്പർ മാറിയാ കുഴപ്പമില്ല. തെറ്റിയത് പറയാ. സാർ, എന്റെ ഇത്രാമത്തെ നമ്പർ തെറ്റി. എന്താണ് തെറ്റുപറ്റിയത്? കമാൺ. ലെറ്റ് മീ സീ. അഭിനവിന്റെ തേർഡ് തെറ്റി. അതിനെ നീ വേറെന്തോ വിചാരിച്ചു അല്ലേ? ദാറ്റ് ഈസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. നോക്കടാ, Cl ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു ആൻഡ് യു ആർ ഗെറ്റിംഗ് C2Cl. ദിസ് ഈസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അർജു ഫസ്റ്റ് കറക്റ്റ് ആയി. അനില തേർഡ് തെറ്റി. അപ്പൊ തേർഡ് കുറച്ചു പേരുടെ തെറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ ആരുടെയെങ്കിലും ഏതെങ്കിലും തെറ്റിയതുണ്ടെങ്കിൽ ഒന്ന് പറയണേ. വേറെ ആരുടെയെങ്കിലും ഏതെങ്കിലും തെറ്റിയതുണ്ടെങ്കിൽ പറയണം. തെറ്റിയതോ കിട്ടാത്തതോ ഉണ്ടെങ്കിൽ പറയാം.
തെറ്റിയതോ കിട്ടാത്തതോ ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ ഇത് നമ്മൾ മുൻപ് എഴുതിയിട്ടുണ്ടാ, നോക്ക്. NaCl സോളിഡ് കൺവേർട്ടഡ് ടു Na പ്ലസ് ഗ്യാസ് പ്ലസ് Cl മൈനസ് ഗ്യാസ്. ഇത് നമ്മൾ മുൻപ് എഴുതിയിട്ടുണ്ട്. ലാറ്റിസ് എൻതാൽപ്പി എന്ന് വെച്ചാൽ ഒരു സോളിഡ്, അയോണിക് സോളിഡ് ബ്രേക്ക് ചെയ്ത് ഇൻഡിവിജ്വൽ ഐസൊലേറ്റഡ് ഗേഷ്യസ് അയോൺസ് ആയിട്ട് മാറണം. പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole of a ionic solid completely converted to individual isolated gaseous ions, that is lattice enthalpy എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. Na plus gas plus Cl minus gas giving NaCl. അതിനെ നമ്മൾ വിളിക്കുന്നത് ലാറ്റിസ് എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറയും. ലാറ്റിസ് എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറയും. എല്ലാവർക്കും ക്ലിയർ ആണോ? ഏതെങ്കിലും കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ പറയാം. കഴിഞ്ഞില്ല, ഡിസ്കഷൻ കഴിഞ്ഞില്ല. ബോൺ-ഹേബർ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്റ്റെപ്സിനെ, ഇത്തരം വിശദീകരണത്തെ ബോൺ-ഹേബർ സൈക്കിൾ എന്ന് പറയുന്നു. പക്ഷെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്സും എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്ന് പറയുക. അത് അറിയാമോ എന്നൊന്ന് നോക്കട്ടെ ഞാൻ. ഈ ഓരോ സ്റ്റെപ്സും എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ പറയണമെന്നില്ല, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും മതി, അല്ലെങ്കിൽ പറഞ്ഞോളൂ. 1 2 3 4 നമ്പർ ഇട്ട് പറയാ. എക്സോതെർമിക് എൻഡോതെർമിക് പറയാ. അറിയണത് പോരട്ടെ. അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചാലും മതി. ഞാൻ ആൻസർ എഴുതുന്ന സമയത്ത് തെറ്റു പറ്റിയതുണ്ടെങ്കിൽ ഏറ്റു പറയാം. എവിടെയാണ് തെറ്റു പറ്റിയത് പറയാ. ശരിയായതും പറയാ, തെറ്റിയതും പറയാ. സ്റ്റെപ്പ് 1 മുതൽ സ്റ്റെപ്പ് 5 വരെയുള്ള റിയാക്ഷൻസ് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? ഇതാണ് ചോദ്യം. ഞാൻ എഴുതാൻ പോവാണ്. ഒന്നാമത്തേത് ദിസ് ഈസ് എൻഡോതെർമിക്. പ്ലസ് എന്ന് വെച്ചാൽ എൻഡോതെർമിക്. രണ്ടാമത്തേത് ഒരു സംശയവുമില്ല, എൻഡോതെർമിക്. മൂന്നാമത്തേത് ഒരു സംശയവുമില്ല, എൻഡോതെർമിക്. നാലാമത്തേത് ഇറ്റ് ഈസ് എക്സോതെർമിക്. അഞ്ചാമത്തേത് അത് എൻഡോതെർമിക് ആണ്. അപ്പൊ ഇത് എക്സോതെർമിക് ആണ്. ഇത് എൻഡോതെർമിക് ആണ്. അപ്പൊ ഇത് എക്സോതെർമിക് ആണ്. ശരിയായതും തെറ്റിയതും ഉണ്ടെങ്കിൽ പറയാം. Have you had a good assumption or not? Enthalpy of atomization എൻഡോതെർമിക് ആണ്. അയണൈസേഷൻ എൻതാൽപ്പി എൻഡോതെർമിക് ആണ്. ഇതൊക്കെ നമ്മൾ എനർജി അങ്ങോട്ട് കൊടുക്കണം. ഇത് നടക്കണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. ദിസ് ഈസ് എക്സോതെർമിക്. -349 ആണ് ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇത് എൻഡോതെർമിക് ആണ്. +788 മറ്റോ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഇത്. അപ്പൊ എക്സോതെർമിക് ആയിരിക്കും. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ വരുന്നത്. മക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിന്റെ വാല്യൂ A കിലോജൂൾ പെർ മോൾ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ വാല്യൂ B കിലോജൂൾ പെർ മോൾ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ വാല്യൂ C കിലോജൂൾ പെർ മോൾ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ വാല്യൂ D കിലോജൂൾ പെർ മോൾ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ വാല്യൂ ABCD E കിലോജൂൾ പെർ മോൾ ആണെന്ന് വിചാരിക്കാം. അപ്പോ ഈ സ്റ്റെപ്പിന്റെ എൻതാൽപ്പി A കിലോജൂൾ പെർ മോൾ, ഇതിന്റെ എൻതാൽപ്പി B കിലോജൂൾ പെർ മോൾ, ഇതിന്റെ എൻതാൽപ്പി C കിലോജൂൾ പെർ മോൾ, ഇതിന്റെ എൻതാൽപ്പി D കിലോജൂൾ പെർ മോൾ, ഇതിന്റെ എൻതാൽപ്പി E കിലോജൂൾ പെർ മോൾ, ഇതിന്റെ എൻതാൽപ്പി X കിലോജൂൾ പെർ മോൾ. എന്റെ ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ X, A, B, C, D, E? എക്സും ABCDEയും തമ്മിലുള്ള ബന്ധം എന്താണ്? റിലേഷൻഷിപ്പ് എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ X ആൻഡ് ABCDE?
And there comes the conclusion of Born-Haber cycle. Yes, Arathi, x is equal to a plus b plus c plus d plus e. Arju, x is equal to a plus b plus c. Kanatheti, Smriti Laya, x is equal to a plus b plus c plus d. Yes, exactly. Abhinav, a plus b equal to c plus d equal to e. Aha, Teti. Abhinav, Teti. ബാക്കി എഴുതാൻ വിട്ടുപോയതാണ്. കൊള്ളാടാ, കൊള്ളാം 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 കൊള്ളാം. ബാക്കി ഞാൻ എഴുതണമായിരിക്കും അല്ലേ? ബാക്കി ഞാൻ എഴുതണമായിരിക്കും. കൊള്ളാം. യെസ് മക്കളെ, നിങ്ങൾ എഴുതിയത് ചെക്ക് ചെയ്യാം. എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ. ഇതാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ചെക്ക് ചെയ്യാം. What you have written is correct with a small correction. നിങ്ങൾ എഴുതിയത് ശരിയാണ്, പക്ഷെ ഒരു കുഞ്ഞ് വലിയ തെറ്റുണ്ട്. ഒരു കുഞ്ഞ് വലിയ തെറ്റ്. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? സംഭവം കുഞ്ഞ് തെറ്റാണ്, പക്ഷെ തെറ്റ് തെറ്റായതുകൊണ്ട് വലിയ തെറ്റാണ്. കാരണം മാർക്ക് പോവേ. സംഗതി കുഞ്ഞ് തെറ്റാണ്, പക്ഷെ അത് തെറ്റായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം തെറ്റായിരിക്കും, അത് വലിയ തെറ്റായിട്ട് മാറും. യെസ്, എന്താണ് തെറ്റ്? ആർക്കെങ്കിലും പറയാമോ? I think almost all of you have written this answer and that's a perfect answer, no doubt, with a small correction. എന്താ small correction? മൈനസ് ഇ എന്നോ? അത് കുഴപ്പമില്ല. പ്ലസ് ആൻഡ് മൈനസ് നോക്കണ്ട. പ്ലസ് ആൻഡ് മൈനസ് നോക്കണ്ട. ഒരു വാല്യൂവിന്റെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഒരെണ്ണം മൈനസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മൈനസ് ആയിക്കോളും. ഇപ്പൊ ഇവിടുത്തെ വാല്യൂ -349 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് മൈനസ് ആയിക്കോളും, നോ പ്രോബ്ലം. പ്ലസ് ഇട്ട് കഴിഞ്ഞാല് മൈനസ് ഇടുമ്പോ പിന്നെ മൈനസ് വരുമ്പോഴേ പ്രശ്നമുള്ളൂ. പ്ലസ് ഇടുമ്പോ പ്ലസും മൈനസും വന്നാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാം പ്ലസ് ആണ്. അപ്പൊ ഈ ഒരു വാല്യൂ മൈനസ് ആണെന്ന് വിചാരിക്കുക. ആ വാല്യൂ മൈനസ് വരുമ്പോ ഇവിടെ മൈനസ് ആയിക്കോളും, നോ പ്രോബ്ലം. അതല്ല തെറ്റ്. അല്ല 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 പ്ലസ് ആൻഡ് മൈനസ് അല്ല തെറ്റ്. അല്ല, അങ്ങനെയാണെങ്കിൽ രണ്ട് സ്ഥലത്തുണ്ട്. ഇവിടെയും മൈനസ് ആണ്, ഇവിടെയും മൈനസ് ആണ്. ഇത് മൂന്നെണ്ണമാണ് പ്ലസ്. പ്ലസ് ആൻഡ് മൈനസ് അല്ല തെറ്റ്. അവിടെ പ്ലസ് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, മൈനസ് വരുമ്പോഴേ പ്രശ്നമുള്ളൂ. മൈനസ് ഓഫ് മൈനസ് ആവുമ്പോൾ പ്രശ്നമാവും. അപ്പൊ ഇവിടെ ഞാൻ എല്ലാം പ്ലസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ മൈനസ് വാല്യൂ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മൈനസ് ആയിക്കോളും. അതല്ല പ്രശ്നം. വേറൊരു ചെറിയ പ്രശ്നം. ആർക്കും പറയാൻ കഴിയുന്നില്ല. ഞാൻ പറയാൻ പോവാണ്. യെസ്, ഇതാണ് തെറ്റ്. സി അല്ല, C/2 ആണ്. സി അല്ല, C/2 ആണ്. എന്തുകൊണ്ടാ? A kilojoule per mole and it is 1 mole. B kilojoule per mole and it is 1 mole. C kilojoule per mole, but in the reaction it is half mole. എൻതാൽപ്പി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. അപ്പോ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ C കിലോജൂൾ പെർ മോൾ ആണ്. 1 മോളിന്റെ ഡാറ്റയാണ് സി. ഇക്വേഷനിൽ ഹാഫ് മോളേ ഉള്ളൂ. അപ്പോ ഹാഫ് സി എന്ന് എടുക്കണം. പിടികിട്ടിയോ? അപ്പൊ ഇവിടെ എ എന്നെടുക്കാം, ഇവിടെ ബി എന്നെടുക്കാം, ഇവിടെ ഡി എന്നെടുക്കാം, ഇവിടെ ഇ എന്നെടുക്കാം. ഇവിടെ C/2 എന്നെടുക്കണം. C/2 എന്നെടുക്കണം. കാരണം ഹാഫ് മോൾ ക്ലോറിന്റെയാണ് റിയാക്ഷനിലുള്ളത്. തന്നിരിക്കുന്നത് C കിലോജൂൾ പെർ മോൾ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ. ഇനി നോക്കിയേ, ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? 1, 2, 3, 4, 5, 6 വേരിയബിൾ ഉണ്ട്. ഈ 6 വേരിയബിളില് നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ കണ്ടുപിടിക്കാൻ
ഈ പറഞ്ഞ ഇത്രയും റിയാക്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ യു ക്യാൻ മാനിപ്പുലേറ്റ് ദാറ്റ് ഡാറ്റ പ്രൊവൈഡഡ് യു നോ ദി അതർ തിങ്സ്. സപ്പോസ് ലാറ്റിസ് എൻതാൽപ്പി ഫോർമേഷൻ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് യു ആർ ഈസിലി അവൈലബിൾ വിത്ത് ദിസ് ഡാറ്റ. ഇതുണ്ട്. ഈ വാല്യൂ നിങ്ങൾക്ക് അറിയില്ല, കണ്ടുപിടിക്കാം. ഈ ഒരു അൺനോൺ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി ഡാറ്റ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ഈ തന്ന എക്സാമ്പിളിൽ 6 വേരിയബിൾ ഉണ്ട്. 5 എണ്ണം നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ് എങ്കിൽ 6ാമത്തേത് വർക്കൗട്ട് ചെയ്യാതെ തന്നെ, ലബോറട്ടറി എക്സ്പെരിമെന്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഹെസ്സസ് ലോ. ഹെസ്സസ് ലോയുടെ അപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ബോൺ-ഹേബർ, ഈ പറഞ്ഞതിനെ ബോൺ-ഹേബർ സൈക്കിൾ എന്ന് പറയും. ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ മക്കളെ? ഈസ് ഇറ്റ് ക്ലിയർ? മാത്തമാറ്റിക്കലി നമുക്ക് തെർമോകെമിക്കൽ ഇക്വേഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. അതാണ് ഇവിടുത്തെ ഉദ്ദേശം. മാത്തമാറ്റിക്കലി തെർമോകെമിക്കൽ ഇക്വേഷൻസിനെ, അതിന്റെ ഡാറ്റയെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. അതാണ് ഇവിടുത്തെ ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. യെസ്, ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. നോക്കൂ, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് എന്ന് പറഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്തില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. സപ്പോസ് യു ഹാവ് എ റിയാക്ഷൻ A plus B giving AB. ഇതിന്റെ എൻതാൽപ്പി x കിലോജൂൾ ആണെന്ന് വിചാരിക്കുക. Then under the same condition AB giving A plus B, ഇതിന്റെ എൻതാൽപ്പി എന്തായിരിക്കും? A giving A plus B യുടെ എൻതാൽപ്പി x കിലോജൂൾ ആണ് എങ്കിൽ AB giving A plus B എന്നതിന്റെ എൻതാൽപ്പി എന്തായിരിക്കും under the same conditions? Minus x. Very good. It is minus x kilojoule per mole. Magnitude same ആയിരിക്കും. Sign മാത്രം മാറും. Right? That means when you reverse a thermochemical equation, the enthalpy magnitude remain the same, sign opposite ആയിരിക്കും കേട്ടോ. ഇനി തെർമോകെമിക്കൽ കാൽക്കുലേഷൻസിനുള്ള, അത് നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. തെർമോകെമിക്കൽ കാൽക്കുലേഷൻസിനുള്ള 3 പ്രധാനപ്പെട്ട കേസസ് നമ്മൾ നോട്ട് ചെയ്യാൻ പോവുകയാണ്. തെർമോകെമിക്കൽ പ്രോബ്ലംസ്, തെർമോകെമിക്കൽ ന്യൂമറിക്കൽസ്, കാൽക്കുലേഷൻസ്, മാനിപ്പുലേഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായ 3 ഫോർമുല, 3 കേസസ്, അതാണ് ഇനി നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെയ്യാം ഡെഫിനറ്റ്ലി. ഈ 3 കേസായിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. 3 കേസായിട്ട് നോട്ട് ചെയ്യാം. Case 1. You have a thermochemical equation A moles of A plus B moles of B. You get C moles of C plus D moles of D. ഇതിന്റെ enthalpy of reaction നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. You are given with a data enthalpy formation.
എൻതാൽപ്പി ഫോർമേഷൻ ഡാറ്റ തന്നിട്ടുണ്ട്. എ എന്ന സബ്സ്റ്റൻസിന്റെ എൻതാൽപ്പി ഫോർമേഷൻ എക്സ് കിലോ ജൂൾ പെർ മോൾ. ബിയുടെ എൻതാൽപ്പി ഫോർമേഷൻ y കിലോ ജൂൾ പെർ മോൾ. സിയുടെ എൻതാൽപ്പി ഫോർമേഷൻ z കിലോ ജൂൾ പെർ മോൾ. ആൻഡ് ഡിയുടെ എൻതാൽപ്പി ഫോർമേഷൻ സേ m കിലോ ജൂൾ പെർ മോൾ. കേസ് 1 ആണ് കിട്ടും. You have a hypothetical chemical reaction given. A moles of A react with B moles of B. You get C moles of C and D moles of D. ഇതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് what data given is enthalpy formation values of A, B, C, D തന്നിട്ടുണ്ട്. Respectively x kilojoule per mole, y kilojoule per mole, z kilojoule per mole and m kilojoule per mole. How to calculate enthalpy of reaction? Enthalpy of reaction is equal to sum of enthalpies of formation of products minus sum of enthalpies of formation of reactants. ഇതാണ് ഫോർമുല. Enthalpy of reaction is equal to sum of enthalpies of formation of products minus sum of enthalpies of formation of reactants. Now I am expecting a reply from your side. Can you tell me the answer for this in terms of ഈ റിയാക്ഷൻ ഉള്ള ആൻസർ ഒന്ന് പറഞ്ഞു തരാമോ? ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ഇസഡ് ആൻഡ് എം. കമോൺ, എനിക്ക് ഈ റിയാക്ഷന്റെ ആൻസർ വേണം ഇൻ ടേംസ് ഓഫ് എക്സ് വൈ സെഡ് എം. ഇതാണ് ഫോർമുല. കമോൺ കമോൺ കമോൺ. എന്താ ഫോർമുല? സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് enthalpies of formation of reactants. Yes, Aaron, m plus z minus x plus y. Aaron, Abhinav, Smritilaya. Smritilaya, products minus reactants. Yes. മക്കളെ, ഉത്തരം എഴുതിയവർ ശ്രദ്ധിക്കുക, ഉത്തരം എഴുതിയവർ ശ്രദ്ധിക്കുക. Delta H R is equal to sum of products. It is Z plus M minus X plus Y. എത്ര പേര് എഴുതിയിട്ടുണ്ട്? എത്ര പേര് എഴുതിയിട്ടുണ്ട്? ശരിയാക്കിയവര് പറയാ, ശരിയാക്കിയവര് പറയാ. Here I can see Aaron, Abhinav, Arati, Smritilaya has given the response. Yes, Aaron, Abhinav, Arati, Smritilaya and all who has written this. Please kindly note down. It's wrong or not wrong എന്ന് ഞാൻ പറയില്ല, wrong എന്ന് പറയില്ല. It is incomplete. It is incomplete. Wrong എന്ന് പറയില്ല, തെറ്റല്ല, incomplete ആണ്. What is the correct one? It is C into Z plus D into M minus A into X plus B into Y. ഇതാണ് ആൻസർ. I hope you understand what was the mistake. I hope you understand what was the mistake. മക്കളെ, this is Z kilojoule per mole. 1 മോളിനാണ് ഈ ഡാറ്റ.
1 മോളിനാണ് ഈ ഡാറ്റ. വി ആർ ടേക്കിംഗ് C മോൾസ്. സോ 1 മോളിന് Z, C മോൾസിന് C ഇൻറ്റു Z, 1 മോളിന് M, D മോൾസിന് D ഇൻറ്റു M, 1 മോളിന് X കിലോ ജൂൾ പെർ മോൾ, 1 മോളിന് X, A മോൾസിന് A ഇൻറ്റു X, 1 മോളിന് Y, B മോൾസിന് B ഇൻറ്റു Y. And this is second time that mistake happening. നേരത്തെ നമ്മൾ ഹാഫ് Cl2 എന്ന് പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചു അത് ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. Now I would really interested to see if somebody has written this. ആരെങ്കിലും ഇത് മനസ്സിൽ വിചാരിച്ചവരോ എഴുതിയവരോ ഉണ്ടോ മക്കളെ? പറ. ആരെങ്കിലും ഇത് വിചാരിച്ചവരോ എഴുതിയവരോ ഉണ്ടോ? കം ഫോർവേഡ്, കമാൺ കമാൺ. ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചവര്, ഇങ്ങനെ എഴുതിയവര് ആരെങ്കിലും ഉണ്ടോ? പ്ലീസ് കം റിപ്പോർട്ട്. ആരോൺ, മുത്തേ, ക്ലിയർ ആണോ? അഭിനവ്, ആരതി, സ്മൃതിലയ, ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ആരും ഇല്ല കേട്ടോ, ആരും ഇല്ല. അതാ ഇങ്ങനെ എഴുതിയ ആരും ഇല്ല. യെസ്, അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റും കൂടിയാണ്. സോ ദിസ് ഈസ് കേസ് 1. ദിസ് ഈസ് കേസ് 1. എന്താ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താണ്? ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാവും, അതിന്റെ എൻതാൽപ്പി കണ്ടുപിടിക്കണം. എൻതാൽപ്പി ഫോർമേഷൻ ഡാറ്റ തന്നിട്ടുണ്ടാവും. then the formula is enthalpy of reaction is equal to enthalpy of reaction is equal to sum of enthalpies of formation of products minus sum of enthalpies of formation of reactants. Yes. അടുത്തത് കേസ് 2. അടുത്തത് കേസ് 2. 3 കേസ് ഉണ്ട്, പ്രധാനപ്പെട്ട 3 കേസ് ഉണ്ട്. കേസ് 2. Another kind of problem that you are going to encounter is you will be given with a equation A moles of A plus B moles of B giving C moles of C plus D moles of D, and you are asked to identify enthalpy of reaction. And what given this time? This time what given is enthalpy combustion data. ഇതിന്റെ enthalpy combustion data തന്നിട്ടുണ്ട്. A യുടെ enthalpy combustion data given P kilojoule per mole. B യുടെ ഡാറ്റ തന്നിട്ടുണ്ട് Q kilojoule per mole. C യുടെ ഡാറ്റ R kilojoule per mole. D യുടെ ഡാറ്റ S kilojoule per mole. ആ റിയാക്ഷനിലുള്ള ഓരോ ആൾക്കാരുടെയും എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഡാറ്റ തന്നിട്ടുണ്ട്. നേരത്തെ തന്ന ഡാറ്റ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആയിരുന്നു. എയുടെ, ബിയുടെ, സിയുടെ, ഡിയുടെ എൻതാൽപ്പി ഫോർമേഷൻ തന്നു. വാട്ട് ഈസ് ദി എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് റിയാക്ടൻസ്. ഇപ്പൊ തന്നിരിക്കുന്നത് അനദർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഇപ്പൊ തന്നിരിക്കുന്നത് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഡാറ്റ എ ബി സി ഡി അവരുടെ എൻതാൽപ്പി കമ്പസ്റ്റൻ ഡാറ്റ തന്നിട്ടുണ്ട്. ഹൗ ടു ഫൈൻഡ് ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? നോട്ട് ഡൗൺ. Quite similar and easy to memorize. Enthalpy of reaction is equal to sum of enthalpy combustion of reactants. നേരെ തിരിച്ച് minus sum of enthalpy combustion of products. നേരെ തിരിച്ച്, അത്രയേ ഉള്ളൂ. നേരത്തെ പ്രോഡക്ട്സ് മൈനസ് റിയാക്ടന്റ് എന്ന് എഴുതി, ഇപ്പോ റിയാക്ടൻസ് മൈനസ് പ്രോഡക്റ്റ്. Now I think this time you are not going to commit a mistake. I want an answer in terms of P, Q, R, S. Come on. What is the answer in terms of P, Q, R, S? ഇപ്രാവശ്യം ആരും തെറ്റിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാലും തെറ്റിക്കും നമ്മൾ ആരാ മക്കള്?
ടൈപ്പ് ചെയ്യാൻ സമയം എടുക്കണം കേട്ടോ. ആൻസർ ഇപ്പോൾ വരും. ടൈപ്പ് ചെയ്യാൻ സമയം എടുക്കണം. ആൻസർ ഇപ്പോൾ വരും. യെസ്, ആൻസർ എത്തി. ആൻസർ എത്തി. എ പി പ്ലസ് ബി ക്യു മൈനസ് സി ആർ സി പ്ലസ് ഡി എസ്. അങ്ങനെ വരട്ടെ. എ പി പ്ലസ് ബി ക്യു മൈനസ് ആർ സി പ്ലസ് ഡി എസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എ ഇൻറ്റു പി പ്ലസ് ബി ഇൻറ്റു ക്യു ഹോൾ മൈനസ് സി ഇൻറ്റു ആർ പ്ലസ് ഡി ഇൻറ്റു എസ്. ഐ തിങ്ക് ദിസ് ടൈം എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. സാർ എൻ്റെ വീണ്ടും തെറ്റി വരിക. ആരുടെയും തെറ്റാൻ ന്യായമില്ല. ആരുടെയും തെറ്റാൻ ന്യായമില്ല. യെസ്, ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കേസ് 1, കേസ് 2. കേസ് 1, when enthalpy formation given, products minus reactant. Case 2, when enthalpy combustion given, reactant minus products. Now case 3. Now case 3. Case 3. Once again, you are given with a reaction A moles of A plus B moles of B, giving C moles of C plus D moles of D, and you want to know what is enthalpy of reaction. And this time you are given with a bond enthalpy. This time you are given with a bond enthalpy. ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് K കിലോജൂൾ പെർ മോൾ. ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് L കിലോജൂൾ പെർ മോൾ. ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് M കിലോജൂൾ പെർ മോൾ. ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് N കിലോജൂൾ പെർ മോൾ. This time what given is enthalpy, bond enthalpy ആണ് തന്നിരിക്കുന്നത്. So case 1, enthalpy of formation. The formula is product minus reactants. Case 2, enthalpy of combustion. The formula is reactant minus product. Now case 3, bond enthalpy given. The formula is again തൊട്ട് മുന്നേ പറഞ്ഞ അതേപോലെ reactants minus product. So delta H reaction is equal to sum of bond enthalpy of reactants minus sum of bond enthalpy of products. And now you get one more opportunity to furnish the answer in terms of KLMN. Come on. Furnish the answer in terms of KLMN. Come on, come on, come on, come on. Delta H reaction equal to yes. AK plus BL minus CM plus DN. Very good, very good, very good. A into K plus B into L minus C into M plus D into N. That's it. That's it.
ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് സിംപ്ലി ആ ഡാറ്റ എടുത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിംപ്ലി ആ ഡാറ്റ എടുത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. NCERT സോൾവ്ഡ് ആയിട്ടും അല്ലാതെയും ധാരാളം ന്യൂമറിക്കൽസ് ഉണ്ടാവും. അതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ നമ്പറും കൊണ്ടുവരിക, നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഇതിന്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഇതിന്റെ തന്നെ ആവണമെന്നില്ല, നമ്മൾ പഠിച്ച തെർമോകെമിസ്ട്രിയുടെ ഭാഗം ഹെസ്സസ് ലോ അല്ലെങ്കിൽ ഇത്തരം ഫോർമുല മാനിപ്പുലേഷൻസ്, ഇക്വേഷൻസ് തന്ന് അതിന്റെ മാനിപ്പുലേഷൻസിലൂടെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ പറയുന്ന ടൈപ്പ് പ്രോബ്ലംസ് ധാരാളം കാണും. പറ്റുന്നത്രയും എടുത്തൊന്ന് ചെയ്യാം. കിട്ടാത്ത നമ്പറുകളും കൊണ്ട് വരിക, നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. കേട്ടോ? നോട്ട് ചെയ്തില്ലേ? കേസ് 1, കേസ് 2, കേസ് 3. കേസ് 1 എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തരുന്നൊരു ടൈപ്പ് ആയിരുന്നു. കേസ് 2 എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ആണ് ഗിവൺ ഡാറ്റ. കേസ് 3 ബോണ്ട് എൻതാൽപ്പി ആണ്. ഈ ബോണ്ട് എൻതാൽപ്പി വെച്ച് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ ഫോർമുല തന്നെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, എവിടെയൊക്കെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം വാല്യൂ പ്ലസ് ആയിരിക്കും. എവിടെയൊക്കെ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം വാല്യൂ മൈനസ് ആയിരിക്കും. ഇത് മാത്രം ഓർത്തു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നെറ്റ് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഡ്യൂറിങ് എ റിയാക്ഷൻ എവിടെയെല്ലാം ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നു അവിടെയെല്ലാം എൻഡോതെർമിക് ആയിരിക്കും. അപ്പൊ തന്ന വാല്യൂ പ്ലസ് എന്നെടുക്കണം. എവിടെയെല്ലാം ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടോ അത് എക്സോതെർമിക് ആയിരിക്കും, മൈനസ് എന്നെടുക്കണം. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് റിസൾട്ട് ആയി. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഡാറ്റ എൻ്റെ കൈവശമില്ല. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കടാ, ഇങ്ങനെ ഒരു റിയാക്ഷൻ. ദിസ് ഈസ് എത്തീൻ. Hope you remember. This is ethene. Ethene treated with H2 and you are getting ethane. നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിന്റെ എൻതാൽപ്പി എത്രയാണ് എന്ന് ചോദിക്കുകയാണ്. It is given that carbon hydrogen bond enthalpy A kilojoule per mole, carbon double bond carbon B kilojoule per mole, carbon single bond carbon C kilojoule per mole, H D kilojoule per mole. ഇത്രയും ഡാറ്റ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. Carbon hydrogen bond enthalpy A kilojoule per mole, carbon carbon double bond B kilojoule per mole, carbon carbon single bond C kilojoule per mole, hydrogen hydrogen single bond D kilojoule per mole. ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചോദിക്കുവാണ് ഈ തന്നിരിക്കുന്ന റിയാക്ഷന്റെ എൻതാൽപ്പി എത്ര എന്ന് ചോദിക്കുകയാണ്. Can you give me the answer in terms of ABCD? വളരെ സിമ്പിളാ. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കാം. എവിടെയെല്ലാം ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അതെല്ലാം പ്ലസ് എന്ന വാല്യൂ കൊടുക്കുക. എവിടെയെല്ലാം ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം മൈനസ് എന്ന് കൊടുക്കുക. കാരണം ബോണ്ട് ബ്രേക്കിംഗ് പ്രോസസ് എൻഡോതെർമിക് ആണ്, ബോണ്ട് ഫോമിംഗ് പ്രോസസ് എക്സോതെർമിക് ആണ്. എനിക്ക് വേണ്ടത് ഈ റിയാക്ഷന്റെ നെറ്റ് എൻതാൽപ്പി ഇൻ ടേംസ് ഓഫ് ABCD എത്രയാണ്? കാരണം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ABCD ആണ്. ഞാൻ ആൻസർ പറയാൻ പോവുകയാണ്.
യു പ്ലീസ് അസ്യൂം യുവർ ആൻസർ. ഞാൻ ആൻസർ പറയാൻ പോവുകയാണ്. ശരിയായവര് ശരിയായി എന്ന് പറയാം, തെറ്റിയവര് തെറ്റി എന്ന് പറയാം. യെസ് മക്കളെ, നോക്കടാ, എവിടെയൊക്കെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. എവിടെയൊക്കെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്? ഇതാ, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്യും. പിന്നെ ഹൈഡ്രജൻ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യും. പിന്നെ കാർബൺ ഹൈഡ്രജൻ 4 ബോണ്ട് ഓൾറെഡി ഉണ്ട്, അത് ഇവിടെയുണ്ട്. നോക്കുക, 1 2 3 4, 1 2 3 4, അത് ഓൾറെഡി ഉണ്ട്. പുതിയതായിട്ട് ഫോം ചെയ്തത് ഏതൊക്കെയാണ്? പുതിയതായിട്ട് ഫോം ചെയ്തത് ഏതൊക്കെയാണ്? ഇത് പുതിയതായിട്ട് ഫോം ചെയ്തതാണ്, ഇത് പുതിയതായിട്ട് ഫോം ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതാ, ഈ ബോണ്ടും പുതിയതായിട്ട് ഫോം ചെയ്തതാണ്. അപ്പൊ എന്താ നമ്മുടെ ഉത്തരം? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ പ്ലസ് ബി. ഹൈഡ്രജൻ ഹൈഡ്രജൻ ബ്രേക്ക് ചെയ്യുന്നു, വാല്യൂ പ്ലസ് ഡി. പിന്നെ പിന്നെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് 2 എണ്ണം ഫോം ചെയ്യുന്നു, കാർബൺ ഹൈഡ്രജൻ ബോണ്ട് 2 എണ്ണം ഫോം ചെയ്യുന്നു. സോ -2a. അതെന്താടാ -2a? എന്താ മൈനസ് വരാൻ കാരണം? ബോണ്ട് ഫോം ചെയ്യുമ്പോൾ മൈനസ്. എന്താ 2a എന്ന് എടുക്കാൻ കാരണം? 2 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, 2 ബോണ്ട് അപ്പൊ ഇവിടെ എ, ഇവിടെ എ, ഇവിടെ മൈനസ് എ, ഇവിടെ മൈനസ് എ. പിന്നെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, -c. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ യുവർ ആൻസർ ഈസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ബി പ്ലസ് ഡി മൈനസ് 2a മൈനസ് സി. ദിസ് ഈസ് ദി ആൻസർ. ആരെങ്കിലും എഴുതിയവരുണ്ടോ? ആരെങ്കിലും എഴുതിയവരുണ്ടോ? ഇതാണ് ആൻസർ. ബി പ്ലസ് ഡി -2a മൈനസ് സി. ദാറ്റ് ഈസ് ദി ആൻസർ. യാ ആദിത്യൻ, ഗുഡ്. ആദിത്യൻ, ഗുഡ് ഗുഡ്. ഇത്തരം ഒരു ക്വസ്റ്റ്യനില് സംഗതി വളരെ സിമ്പിൾ ആണ്. എവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുവോ അതിന് പ്ലസ് എന്ന വാല്യൂ കൊടുക്കുക, എവിടെ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടോ അതിന് മൈനസ് എന്ന വാല്യൂ കൊടുക്കുക. എത്ര എണ്ണം ഉണ്ടോ അത്രയും ഇൻഡു ചെയ്യാം. റൈറ്റ്? ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ആരോൺ 2a അവിടെ തെറ്റി അല്ലേ? 2a അവിടെ തെറ്റി, എ മാത്രം കൊടുത്തിട്ടുണ്ടാവും, എ മാത്രം കൊടുത്തിട്ടുണ്ടാവും. യെസ്, ഗുഡ്. നമ്മുടെ അടുത്ത ക്ലാസിന്റെ ഹെഡിങ് എഴുതിയിടുക. അടുത്ത ക്ലാസിന്റെ ഹെഡിങ് എഴുതിയിടുക. ദിസ് ഈസ് ദ ഹെഡിങ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. ഇതാണ് നമ്മുടെ അടുത്ത ക്ലാസിന്റെ ഹെഡിങ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ക്ലാസ്. തെർമോഡൈനമിക്സിലെ ഏറ്റവും വലിയ ഒരു പോർഷൻ കഴിഞ്ഞിരിക്കുന്നു. തെർമോഡൈനമിക്സിലെ ഏറ്റവും വലിയൊരു പോർഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, എടുത്ത പോർഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചു മനസ്സിലാക്കി വരിക. ഡൗട്ട്സ് ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, നിർത്താം. യെസ് 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 യെസ്. So today we are going to wind up. We'll meet in the next class. Till then, bye. See you. Good night. ഇതാ മനസ്സിലായോ?